ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു മാംഗോ ഐസ്ക്രീമുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാവുന്ന വളരെ സ്വാദിഷ്ടമായൊരു മാംഗോ ഐസ്ക്രീം. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: 1/2 ലിറ്റർ പാല്, ഒരു പഴുത്ത മാമ്പഴം, 3 സ്പൂൺ പഞ്ചസാര. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഞാനിവിടെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 2.5 ഗ്ലാസ് പാലാണുള്ളത്. അതിനെ ഒന്ന് വറ്റിച്ച് ഒരു 1.5 ഗ്ലാസ് ആക്കി എടുക്കണം. അപ്പോൾ പാലിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കുറച്ച് നേരം തിളപ്പിക്കാൻ അങ്ങനെ ചെറിയ തീയിലിട്ട് വയ്ക്കുമ്പോഴത്തേന് നന്നായിട്ട് വറ്റി കിട്ടും. ഞാനിവിടെ ഒരു മാമ്പഴം അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കണ്ട. പാലിവിടെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഞാനതിലേക്ക് 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. മാമ്പഴം ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി തിളച്ച പാലിനെ ഒന്ന് തണുപ്പിക്കാൻ വെക്കാം. പാലിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഈ മാമ്പഴം മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നല്ല ഈസിയാണ് ചെയ്തെടുക്കാൻ. പെട്ടെന്ന് പണി കഴിയും. നല്ല സ്വാദിഷ്ടമായ ഐസ്ക്രീം നമുക്ക് കിട്ടും. ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത നല്ലൊരു ഐസ്ക്രീം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറേശ്ശെയായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഒരുമിച്ചിട്ട് ഇളക്കരുത്, കുറേശ്ശെ ഇളക്കി എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് വേണമെങ്കിലും അടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു എഗ് മിക്സർ വെച്ച് അടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതേ ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നിങ്ങൾ മാമ്പഴം എടുക്കുന്നത് ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. ഞാനിപ്പോൾ വലിയ മാമ്പഴം ആയതുകൊണ്ടാണ് 1 എണ്ണം എടുത്തത്. നമുക്കിനി അതിനെ ഒരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഞാൻ നേരത്തെ ഐസ്ക്രീം മേടിച്ച ഒരു ബോക്സിലേക്കാണ് ഒഴിച്ച് വയ്ക്കുന്നത്. നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ ഒക്കെ ഒഴിച്ച് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം കേട്ടോ. അതുപോലെ കുറച്ച് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു കവർ കൊണ്ട് കവർ ചെയ്തിട്ട് അതിലേക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് കൊടുക്കുകയാണ്, നല്ല ടൈറ്റായിട്ട്. എന്നിട്ട് ആ കവറിൻ്റെ നടുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. നിങ്ങൾക്ക് ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ യൂസ് ചെയ്യാം കവറിന് പകരം. അതുപോലെ ഗ്ലാസ്സിന് പകരം നിങ്ങൾക്ക് ഐസ്ക്രീം മോൾഡ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെ ഇത് രണ്ടും കൂടി അടച്ച് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പുറത്തെടുത്തതാണിത്. 4 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി അത് ഓപ്പൺ ചെയ്യാം. വളരെ സ്വാദിഷ്ടമായൊരു മാംഗോ ബാർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 2ൽ വെച്ചത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഞാനിപ്പോൾ അത് ഗ്ലാസ്സിൽ നിന്ന് പുറത്തെടുത്തതാണിത്. എൻ്റെ കയ്യിൽ സ്കൂപ്പില്ല. ഞാനിവിടെ ജസ്റ്റ് ഒരു ചെറിയൊരു തവി വെച്ച് എടുക്കുന്നത്. നിങ്ങൾ സ്കൂപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അത് നല്ലതായിട്ട് ഇളകി വരുന്നുണ്ട്. നല്ല സെറ്റായി വന്നിട്ടുണ്ട് രണ്ടും. അപ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ മാംഗോ ബാർ ഇങ്ങനെയും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.